Hi friends, welcome to Homely Cook. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പി ആയിട്ടാണ്. കൊത്തു ചപ്പാത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കൊത്തു ചപ്പാത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഒരു 4 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. 4 ചപ്പാത്തി ആകുമ്പോൾ ഒരു 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ചപ്പാത്തി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു സിസേഴ്സ് വെച്ചിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം വെള്ളം, ചിക്കൻ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത്രയും മതിയാവും. ഇതിൽ നിന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് 2 മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാറിയ ശേഷം ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനും മുട്ടയെല്ലാം സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് കൊത്തു ചപ്പാത്തി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, സവോള പെട്ടെന്ന് കത്തിപ്പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇത് വാട്ടിയെടുക്കണം. അപ്പോൾ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്യണം. അതിൻ്റെ പീസസ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ കെടുക്കരുത്. അപ്പോൾ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം.
സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതൊന്നുകൂടെ ആവാനുണ്ട്. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കണം കേട്ടോ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ തക്കാളിയുടെ വെള്ളം നന്നായിട്ട് പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, അതങ്ങനെ ഇരുന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിതിലധികം മസാല ചേർക്കാറില്ല, ഒരല്പം മാത്രമാണ് ചേർക്കാറുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. ഇതൊന്ന് നന്നായി ചൂടായിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, തീരെ ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ അതിൻ്റെ 1/2 ഭാഗമോ അല്ലെങ്കിൽ 1/4 ഭാഗമോ ചേർത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ആ ക്രഞ്ചിനെസ് പോവരുത്. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ ചിക്കനിലും മുട്ടയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ചപ്പാത്തി എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ തലേദിവസമൊക്കെ നമുക്ക് ചപ്പാത്തി ബാക്കി വരുവാണെങ്കിൽ രാവിലെ നമുക്ക് കുട്ടികൾക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു വിടാം. ചപ്പാത്തി അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തില്ല. ഇനി ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മുട്ടയും നമ്മൾ ആദ്യം ചേർത്ത് കഴിയുമ്പോൾ ആ മസാലയെല്ലാം ചപ്പാത്തിയിലേക്ക് പിടിക്കാതെ ചിക്കനിലേക്കും മുട്ടയിലേക്കും തന്നെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം ചേർക്കാതെ ഈ ചപ്പാത്തി തന്നെ ആദ്യം ചേർക്കുന്നത്. ഇപ്പോൾ മസാലയെല്ലാം നമുക്ക് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയും ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട ചിക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനൊരു 1/4 കപ്പ് ചിക്കൻ വേവിച്ചത് ചെറുതാക്കി നുറുക്കി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഇതുപോലെയാണ് ഞാൻ ചെറുതായിട്ട് പീസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊത്തു ചപ്പാത്തി എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ തൈര് റൈത്തയും അല്ലെങ്കിൽ നമ്മുടെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പോ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെ കുട്ടികൾക്കെല്ലാം അതാണ് ഇഷ്ടം. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ചിക്കൻ ഒഴിവാക്കിയിട്ട് ക്യാബേജോ സോയാ ചങ്ക്സോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്തും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.